മലപ്പുറത്ത് നിന്നും കാണാതായ യുവാവിനെ കണ്ടെത്തി. പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെയാണ് കണ്ടെത്തിയത്. ഊട്ടിയിൽ നിന്നാണ് ഇദ്ദേഹത്തെ കണ്ടത്. സെപ്റ്റംബർ 4-നായിരുന്നു യുവാവിനെ കാണാതായത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, 6 ദിവസമായി കാണാതിരുന്ന വിഷ്ണുജിത്തിനെ അവസാനം ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ആനന്ദ്? വിനോദ്, എന്തായാലും വളരെ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഈ മലപ്പുറത്ത് നിന്ന് സെപ്റ്റംബർ 4-ന് കാണാതായ പള്ളിപ്പുറം സ്വദേശി വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫോൺ ഊട്ടിയിൽ വെച്ച് ഓണായിരുന്നു. ഊട്ടിയിലെ പുനൂരിൽ വെച്ചാണ് ഓണായിരുന്നത്. അപ്പോൾ തന്നെ പോലീസിന് ഏതാണ്ട് ലൊക്കേഷൻ ലഭിക്കുകയും തുടർന്ന് തമിഴ്നാട് പോലീസുമായി ചേർന്നുള്ള ഒരു സഹകരിച്ച് നടത്തിയ ഒരു ഓപ്പറേഷനിൽ നിന്നാണ് ഇത്തരത്തിൽ വിഷ്ണുജിത്തിനെ ഇന്നിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വിഷ്ണുജിത്ത് പൂർണ്ണ ആരോഗ്യവാനെ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ 4-നാണ് വിഷ്ണുജിത്ത് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അതായത് ഈ വിവാഹ ആവശ്യത്തിനായിട്ടുള്ള പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്നാണ് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ നിന്ന് പോയ വിഷ്ണുജിത്തിനെ കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 1 ലക്ഷം രൂപ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടാണ് വിഷ്ണുജിത്ത് പോയതെന്നാണ് അവസാനം ലഭിച്ച വിവരം. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ വിഷ്ണുജിത്ത് ഇറങ്ങുകയും അടുത്ത ബസ് കയറാൻ നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം CCTV വിഷ്വൽസിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മാധ്യമങ്ങളടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു. പിന്നീട് 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 8-ാം തീയതി കല്യാണത്തിന് എത്തേണ്ട നവവരൻ പക്ഷേ കല്യാണ പന്തലിലേക്കും എത്തിയില്ല. ഇതോടുകൂടി തന്നെയാണ് കുടുംബം പ്രത്യേകിച്ച് ഒരു ആശങ്ക വരുന്നു. മലപ്പുറം മൊത്തം വിഷ്ണുജിത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാവുന്നു. വിഷ്ണുജിത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുകയും കുടുംബം മലപ്പുറം SP-ക്ക് പരാതി നൽകുകയും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ സംഘം 2-അംഗ അന്വേഷണ സംഘത്തെ മലപ്പുറം SP നിയോഗിക്കുകയും തുടർന്ന് വന്നിട്ടുള്ള അന്വേഷണങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഫോൺ ലൊക്കേഷൻ പിന്തുടർന്നുള്ള ഒരു അന്വേഷണമാണ് ഇയാളെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് മലപ്പുറം SP ശശിധരൻ പറഞ്ഞത്. മാത്രമല്ല തമിഴ്നാട് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു സഹകരണവും ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സാധിച്ചതെന്നും മലപ്പുറം SP കഴിഞ്ഞ അല്പം മുമ്പാണ് പറഞ്ഞത്. എന്തായാലും ഈ കുടുംബത്തിന് വളരെ കുടുംബത്തിന് സന്തോഷമാവുന്ന ഒരു വാർത്ത. അല്പസമയത്തിന് ശേഷം തന്നെ വിഷ്ണുജിത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് പക്ഷേ വിഷ്ണുജിത്ത് ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ കല്യാണത്തിന് വരാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ശേഷം മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബം പറയുന്നത് അത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ള കാര്യമൊന്നും വിഷ്ണു വീട്ടിൽ അറിയിച്ചിരുന്നില്ല. ഇനി അത്തരത്തിൽ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിക്കൊണ്ട് പോയതാണോ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മറ്റാരെയും അറിയിക്കാതെ ഒറ്റയ്ക്ക് അത് കണ്ടെത്താൻ വേണ്ടി പോയതും അതിൽ നിരാശനാവുകയും ചെയ്തതിന്റെ ഭാഗമായാണോ തിരിച്ചു വരാഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിഷ്ണുജിത്തിനെയും കൊണ്ട് കേരള പോലീസ് കേരളത്തിലേക്ക് തിരിക്കും.